ദൈവത്തിന് മഹത്വം. മാറാമ്പള്ളി ദേശനിവാസികളെ, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മാനവരാശിയായിരിക്കുന്ന നമ്മോട് അറിയിക്കുവാനുള്ള സുവിശേഷവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് പകലിലൂടെ ടീമംഗങ്ങളായി കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വചനം, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ ഈ യുഗം അവസാനിക്കും. പ്രിയ സ്നേഹിതരെ, അല്പകാല ജീവിതം മാത്രമുള്ള ഒരു മനുഷ്യരാണ് നാം. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. മരണമെന്ന കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. വളരെ ക്ഷണികമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ. അതിനു മുമ്പ് സൃഷ്ടാവായിരിക്കുന്ന ദൈവം എന്തിനാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്താണ് എന്നിവ നിങ്ങളെ അറിയിച്ച് വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമയമെന്ന് പറയുന്നത്. ആ സമയം പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള വിശേഷപ്പെട്ട സുവിശേഷത്തിന്റെ മാറ്റൊലി ഇന്നെന്ന് തിരിച്ചറിയുവാൻ താഴ്മയോടെ നിങ്ങളുടെ 15-20 മിനിറ്റ് സമയങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ അഭയമരുളൂ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീരും മനസ്സിനേകിരി. സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ശരണാർത്ഥിയായി തിരുമുൻപിൽ നിന്നു ഞാൻ. ശരണാർത്ഥിയായി
തിരുമുൻപിൽ നിന്നു ഞാൻ പാടുന്നു ഏകാകിയാൻ. നാഥാ നീ കേൾക്കില്ലയോ, കാരുണ്യം ചൊരിയില്ലയോ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായി തിരുജീവനേകി നീ. ബലിദാനമായി തിരുജീവനേകി നീ. ആടുന്നു ഏകാകിന നാഥാ നീ കഴിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണികയായ ഈ ഭൂമിയിൽ അല്പകാലം മാത്രം ജീവിക്കുന്ന, അല്ല ഏതാനും ദിവസങ്ങൾ മാത്രം ജീവിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള എന്റെ സഹോദരങ്ങളായ എല്ലാ മനുഷ്യരോടും പ്രപഞ്ച സൃഷ്ടാവിന്റെ മനുഷ്യരോടുള്ള ഒരു അരുളപ്പാട് അറിയിച്ച് കടന്നു പോകുവാനാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വേദത്ത് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാം പല പദ്ധതികളും പ്ലാനും ഉണ്ട്. നല്ല കാര്യം. ഏതൊരു മനുഷ്യനും ഒരു പ്ലാനോട് കൂടെ ജീവിക്കണം. പ്ലാൻ ഉള്ളത് നല്ലതാണ്. പ്ലാൻ ഇല്ലാത്ത മനുഷ്യനും അവനും ജീവിക്കുന്നു, അവൻ അവസാനം പരാജയത്തിലേക്ക് വരും. ഒരു ചിന്ത, ഒരു പ്രോബ്സ് ഇങ്ങനെയാണ്: when you fail to plan, you are planning to fail.
പക്ഷേ നമ്മളുടെ പ്ലാൻ റൈറ്റ് ആയിട്ടുള്ള പ്ലാൻ അല്ല എങ്കിൽ നാം ഓരോരുത്തരും അവസാനം നാശത്തിൽ ചെന്ന് അവസാനിക്കുവാനായിട്ടിടയാകും. ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ പ്ലാൻ പദ്ധതി എന്ത് എന്ന് നിങ്ങളെ അറിയിച്ച്, എന്റെ ജീവിതം എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് അറിയിച്ച് കടന്നു പോവുകയാണ്. എന്റെ ജീവിതം പ്ലാൻ ചെയ്തിരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിന് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മെ പോലെ മരണമുള്ളതല്ല മരണമില്ലാത്ത ദൈവത്തിന് മാനവരാശിയോടുള്ള പദ്ധതി എന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ പ്ലാനിങ് നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, സംഘടനയുടെ പുസ്തകമല്ല, ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. അത് മാനവരാശിക്ക് ദൈവം തരുന്ന തന്റെ ചിന്തയാണ്, തന്റെ സ്നേഹലേഖനമാണ് മാനവരാശിയെ കുറിച്ചുള്ളത്. ഇത് ഞാനും നിങ്ങളും അറിഞ്ഞിട്ട് അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല പ്ലാൻ ഉണ്ടാകും. ഇതാ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച്, +2 പഠിച്ച്, PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടും. ആ ജോലി കൊണ്ട് ഞാൻ ശമ്പളം വാങ്ങിക്കും. ആ ശമ്പളം വാങ്ങിച്ചിട്ട് ഞാൻ അതുകൊണ്ടൊരു വീട് വെക്കും. വീട് വെച്ചിട്ട് ഞാനൊരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് എന്റെ കുടുംബത്തോടൊപ്പം സുഖമായി വാഴും. ഇതൊക്കെ നല്ല പ്ലാനാണ്. എന്നാൽ മനസ്സിലാക്കുക, ഈ പ്ലാനുകളുടെയൊക്കെ ഒടുവിൽ പ്രിയമകനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന്റെ ഇടയിൽ ഈ പ്രായമായിക്കൊണ്ടേ ഇരിക്കും. നിന്റെ ശരീരം ചുറ്റിച്ചുറിയും, നിന്റെ തലയിലെ കറുത്ത മുടികൾ വെളുക്കും, നിന്റെ കണ്ണുകൾ കാണാതെ ആകും. അങ്ങനെ ഈ ലോകത്ത് സുഖകരമായി ഒരു ഹീറോ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നീ അവസാനം മരണത്തിൽ കുടുങ്ങി നീ സമ്പാദിച്ചതും നേടിയതെന്നെല്ലാം വട്ടപൂജ്യമായി ഒരു സീറോ ആയി അവസാനിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയ മകനെ, ആ പ്ലാൻ ഒരു പരാജയമല്ലേ? അല്ല, ഒരുപക്ഷെ നീ ചിന്തിക്കും, ഞാൻ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഇതാ ഞാൻ പൊളിറ്റിക്കൽ മേഖലയിൽ പങ്കെടുക്കും. നല്ല കാര്യമാണ്. സാമൂഹ്യ സേവനം, രാജ്യത്തെ സേവിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ കുറച്ചുനാൾ പൊളിറ്റിക്കൽ ലൈഫിൽ മത്സരിച്ച് ജയിച്ച് MLA ആയി, MP ആയി, മന്ത്രിയായി. പക്ഷെ അവിടെ ഗതി ഇത് തന്നെയല്ലേ? മരണം നമ്മെ പിടികൂടും. നാം ഒരു ഹീറോ ആകാൻ വേണ്ടി ശ്രമിക്കും, എന്നിട്ട് അവസാനം സീറോ ആയി മാറും. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്ലാൻ മറ്റു ചിലതായിരിക്കാം. ഇതാ ഞാൻ ഇതേപോലൊരു സാധാരണ ഭൂമിയിലെ ഒരു ജോലിയിലല്ല, ഒരു പൊളിറ്റിക്കൽ ലൈഫിലല്ല, പകരം ഞാൻ ഒരു ഷെയർ ഹോൾഡറായി തീരും. കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ എടുത്ത് ഞാൻ ബുദ്ധിപൂർവം ഓരോ ദിവസവും കാര്യങ്ങളെ നീക്കി മാർക്കറ്റിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നല്ല കാര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമാണ്. മാർക്കറ്റ് അപ്പ് ഡൗൺ ഒക്കെ സംഭവിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ ഈ വോളറ്റൈൽ മാർക്കറ്റ് ചിലപ്പോൾ IT സ്റ്റോക്കുകൾ താഴേക്ക് പോകും, ചിലപ്പോ ഇതാ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ താഴേക്ക് പോകും. ഈ സമയത്തേക്ക് നമ്മളുടെ പലതും താഴേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾ ലാഭമാക്കി മാറ്റും. ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ സ്ഥിതിക്ക് മാറ്റമില്ലല്ലോ. മരണം നമ്മളെ പിടികൂടും. നമ്മൾ
വട്ടപൂജ്യമായി തീരും. ഒരു ഹീറോ ആകാൻ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോവുകയും അവസാനം സീറോ ആയി അവസാനിക്കുകയും ചെയ്യുന്ന ഈ ഒരു തലത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ നാം മാറ്റപ്പെടും. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പദ്ധതിയിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഷെയർ, ദ ബെസ്റ്റ് ഷെയർ ഐ എവർ സീൻ ഓൺ ദ പ്ലാനറ്റ് എർത്ത്, ഇറ്റ് വാസ് ദ ഷെയർ ഓഫ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാ അത്യുന്നതനായ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള ഈ സന്ദേശം എന്ന് പറയുന്നത്, ഈ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള അരുളപ്പാട് എന്ത് എന്ന് പറഞ്ഞാൽ, എന്നെയും നിങ്ങളെയും, ഈ അല്പകാലം ഭൂമിയിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കി ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഈ ഭൂമിയുടെ നിത്യഭരണം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന, ഭൂമിയിലെ രാജാക്കന്മാരായ നമ്മളെ വിളിക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, വിശുദ്ധ ബൈബിൾ അത് ഒരു ജാതിയുടെ ബൈബിളല്ല, അത് ഒരു സമൂഹത്തിന്റെ, ഒരു മതത്തിന്റെ സന്ദേശമല്ല. പകരം ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്നേഹലേഖനമാണ് വിശുദ്ധ ബൈബിളിലൂടെയുള്ള സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതാ ആ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വജാതികൾക്കും സാക്ഷ്യമായി ഈ ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. പ്രിയ സഹോദരങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെന്താണ്? ആ സന്ദേശം അറിയിക്കാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? അതാണ് അല്പം മുമ്പ് പറഞ്ഞത്. ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം. അതിലെന്താണ് നടക്കുന്നത്? അതൊരു ഇൻവിറ്റേഷനാണ്. മാനവ കുലത്തിന് ദൈവം, സൃഷ്ടാവായ ദൈവം തരുന്ന ഒരു ഇൻവിറ്റേഷനാണ്. എന്നെയും നിങ്ങളെയും, പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കി ദൈവ കുടുംബത്തിൽ ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഭൂമിയുടെ രാജാക്കന്മാരായി 5 വർഷവും അല്ലെങ്കിൽ 3 വർഷമൊക്കെ ഭരിച്ച് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു പദവിയല്ല, പകരം നിത്യം ഭൂമിയുടെ രാജാക്കന്മാരായി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവിക സന്ദേശമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം. ദൈവം നമ്മളോട് ഒരുമിച്ച് ജീവിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയിലുള്ള, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം എന്റെയും നിങ്ങളുടെയും കയ്യിൽ തരുന്ന ആ സന്ദേശമാണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം. ഇത് ഇത്രയും നേരം നിങ്ങൾ കേട്ടിട്ട് ഇതൊരു ജാതിയുടെ അഡ്വർടൈസ്മെന്റ് അല്ല, ഇതൊരു മതത്തിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല, ഇതൊരു ജാതിയുടെ അഡ്വർടൈസ്മെന്റ് അല്ല, ഇതൊരു മതത്തിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല, പകരം ഇത് സൃഷ്ടാവായ ദൈവം നമ്മളോട് അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഇൻവിറ്റേഷൻ സ്വീകരിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്, ഈ ഇൻവിറ്റേഷൻ സ്വീകരിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ചിന്ത നല്ലതാണ്, നിങ്ങളുടെ ചിന്ത നല്ലതാണ്. എനിക്ക് ഡോക്ടറാകാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാം പാസ്സായി ഒരു MBBS കോളേജിൽ അഡ്മിഷൻ നേടുക, തുടർന്ന് 5 വർഷം അവിടെ പഠിച്ച് ജയിച്ച ഡോക്ടറാകാം. ഇതേപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇത് മറ്റൊന്നുമല്ല. ഇതേപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങളെ അറിയിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഇതാ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ നൽകിയിട്ടുള്ളൂ. അത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എന്നെയും നിങ്ങളെയും ഈ ഒരു മണ്ഡലത്തിലേക്ക്, എന്നെയും നിങ്ങളെയും പ്രിയ സഹോദരങ്ങളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ
എന്നെയും നിങ്ങളെയും പ്രിയ സഹോദരങ്ങളെ ഈ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഏതാനും ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഹീറോ ആകുന്നൊക്കെ അവസാനം സീറോ ആയി തീരും. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ നമ്മളെ ഹീറോ ആക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്ലാനുണ്ട്, നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഞാനും നിങ്ങളിവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം പാപത്തിന്റെ ഫലമായിട്ടാണ്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം, പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഇതാ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർക്കുവാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള ഏക മാർഗം, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമമാണ്. ആ ക്രിസ്തു 2000 വർഷങ്ങളിലൂടെ കടന്നുവന്ന് മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഇതാ എന്നെയും നിങ്ങളെയും ആ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള നാളുകളിൽ ആ യേശുവെ അനുഗമിച്ചനുസരിച്ച് ജീവിക്കുവാൻ പ്രിയ മകനെ, പ്രിയ മകളെ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ ഇതാ ഈ മഹാസുവിശേഷ സന്ദേശത്തിലേക്ക് എത്തിച്ചേരുവാൻ അത് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോ ചോദ്യം ചോദിച്ചവർക്ക് എനിക്ക് ആ ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി ദൈവത്തോടുകൂടെ ജീവിക്കുകയും ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഏവർക്കും തരുന്ന ഉത്തരമാണ്. അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ സംസാരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് ആ ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ച് ജീവിപ്പാൻ പ്രിയ മകനെ, പ്രിയ മകളെ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി. ഇതാ ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ സാക്ഷ്യമായി നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ അടുത്ത ദിവസത്തിലേക്ക് കടന്നു പോവുകയാണ്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് ആരും പറയുവാനായിട്ട് അടിയാകരുത്. ഇപ്പൊ ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 2 നോട്ടീസുകൾ കൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇതാ ഞങ്ങൾ ഈ പറഞ്ഞ സന്ദേശം നിങ്ങൾ നൊടിയിടയിൽ മറന്നുപോകും. കാരണം ഇതൊന്നും നിൽക്കാൻ പറ്റിയ മനസ്സല്ല നമ്മുടേത്. അപ്പോ ഈ സന്ദേശം എഴുതിയ ഒരു ട്രാക്റ്റാണ് ഒന്ന്. 2, ഇതാ ഇവിടെ അടുത്ത എറണാകുളം പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവവചന ധ്യാനമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന്, നിങ്ങൾക്ക് ആ ധ്യാനത്തിന് കടന്നുപോയി അവിടെ താമസിച്ച് ദൈവവചന ധ്യാനം നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതാ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതോടുകൂടെ നിങ്ങൾക്ക് അവിടെ കടന്നു വരുവാനും നിങ്ങൾക്ക് ദൈവം മാനവരാശിയെ കുറിച്ച് ഏത് ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമുക്ക് തരുന്ന ആ സ്നേഹ സന്ദേശം മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജീവിച്ച് ഇതാ ഈ മരണത്തിനുള്ള നീക്കുപോക്ക് നിത്യമായി അനുഭവിക്കാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ ഷെയർ എന്ന് പറയുന്നത് മറ്റൊരു ഷെയറുമല്ല, ടാറ്റയുടെ ഷെയർ അല്ല, ക്രിപ്റ്റോ കറൻസിയിലുള്ള ഷെയർ അല്ല, മറ്റു ഒരു ഷെയറുമല്ല, TCSന്റെ അല്ല, വിപ്രോയുടെ അല്ല. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഷെയർ എന്ന് പറയുന്നത് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിൽ നീ അംഗമായി തീരുക. അതുവഴി ആ ഷെയർ എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഷെയർ. നിന്റെ മരണത്തിൽ നീ വട്ടപൂജ്യമാവുകയല്ല, നിന്റെ മരണത്തിൽ നിനക്ക് സമ്പന്നന്മാരോട് കൂടി ആയി തീരുവാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശവാസികൾക്ക് വേണ്ടി, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഇവരുടെ മാതാപിതാക്കന്മാർക്കും മക്കൾക്ക് ഇവരുടേതായ സമ്പത്തിന് എല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ ദേശത്തെ അനുഗ്രഹിക്കുകയാണ്. അനേക കുഞ്ഞുങ്ങൾ കർത്താവേ ഈ ശബ്ദ കാഴ്ച അവരിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. അവരെല്ലാം മേലുള്ള അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ കർത്താവേ, അങ്ങ് ഇന്ന് ഈ മക്കളെ കേൾപ്പിച്ച ആ ശ്രേഷ്ഠമേറിയ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ ഫലമായി തീരുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. നിത്യം ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ഈ മക്കളെ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.